എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സഹിക്കുന്നു എങ്കിൽ നിങ്ങൾ കൂടെ വാഴും. ക്രിസ്തീയ മാർഗം സഹനത്തിൻ്റെ മാർഗമാണ്. യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവും കർത്താവുമാണ്. നമുക്ക് നല്ലൊരു മാതൃക വെച്ചിട്ടാണ് യേശു പോയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും കുത്തുവാക്ക് പറഞ്ഞ് നിന്ദിക്കുന്നുണ്ടോ? നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാഗത്താണ് ന്യായം കേട്ടോ. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയരുത്, തിരിച്ചു പറയരുത്. അങ്ങനെയല്ല യേശു നമ്മെ പഠിപ്പിച്ചത്. സഹിക്കാൻ പറ്റാതെ വന്നാൽ നിങ്ങൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കണം. ഈ ലോകത്തിലെ മനുഷ്യർ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കരുത്. ന്യായം പറയരുത്, തർക്കിക്കരുത്. ശകാരത്തിന് പകരം ശകാരം പറയരുത്. കഷ്ടം അനുഭവിക്കാനാ ദൈവം നമ്മെ വിളിച്ചത്. സഹിക്കുവാനാ ദൈവം നമ്മെ വിളിച്ചത്. നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുറിവേൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാരം മുഴുവൻ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാനാ ദൈവം നമ്മോട് ആലോചന പറയുന്നത്. നമ്മുടെ കർത്താവും ചെയ്തത് അങ്ങനെ തന്നെയാണ്. ന്യായമായി വിധിക്കുന്നവൻ്റെ പക്കൽ കാര്യം പരമേൽപ്പിച്ചു. എന്നിട്ട് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറുതലിക്കരുത്, തർക്കിക്കരുത്, തർക്കുത്തരങ്ങൾ പറയരുത്. അത് യേശുവിൻ്റെ വഴിയല്ല. യേശു നമുക്ക് കാണിച്ചു തന്ന വഴി നിത്യതയിലേക്കുള്ള വഴിയാണ്. അത് സഹനത്തിൻ്റെ മാർഗമാണ്, ക്ഷമയുടെ മാർഗമാണ്. ആരും തർക്കിക്കരുത്. വിശുദ്ധ ബൈബിളിൽ ഒരു സ്ത്രീയെ കാണാം, ഹന്ന എന്നാണ് പേര്. ഒത്തിരി നിന്ദകളിലൂടെ, വേദനകളിലൂടെ കടന്നുപോയൊരു സഹോദരിയാണ്. തലമുറകൾക്ക് വേണ്ടി ഒത്തിരി നാളുകൾ കാത്തിരുന്നു. കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു. തിരിച്ചു പ്രതികരിച്ചില്ല കേട്ടോ. തിരിച്ചു പ്രതികരിക്കുന്നത് ക്രിസ്തീയ മാർഗമല്ല. പ്രതികരിക്കരുത്. രണ്ടു വാക്ക് പറഞ്ഞാൽ എന്തൊക്കെയായി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒന്നും ആയിട്ടില്ല. നിങ്ങൾ സാധാരണ മനുഷ്യനായി, അത്രേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ പ്രതികരിക്കാതിരുന്നാൽ, നിങ്ങൾ സഹിച്ചാൽ, നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല. യേശുക്രിസ്തു സഹിക്കുകയാണ് ചെയ്തത്. സഹിക്കുന്നവരോടൊരാലോചനയുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ മാർഗത്തിലാണ്, നിങ്ങൾ യേശുവിൻ്റെ വഴിയിലാണ്. നിങ്ങൾക്കൊരു കിരീടം വെയിറ്റ് ചെയ്യുന്നുണ്ട്. സഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? നിങ്ങൾ ആ ക്രൂശിലേക്കൊന്ന് നോക്കണം. നമ്മുടെ നാഥനെ ഒന്ന് നോക്കണം. സഹിക്കാനാണ് യേശു പഠിപ്പിച്ച്. എത്ര ശകാരം കേട്ടാലും തിരിച്ച് ശകാരിക്കാതെ സഹിക്കണം. പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ കതക് പതുക്കെ അടയ്ക്കണം. ദേഷ്യം കാണിക്കരുത്. അകത്ത് കയറിയിട്ട് കരയണം. ഇത് ക്ഷമയുടെ മാർഗമാണ്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. തിരിച്ചു പറഞ്ഞാൽ ഒന്നും ആകാൻ പോകുന്നില്ല, ഒന്നും നേടാൻ പോകുന്നില്ല. ക്ഷമിച്ചാൽ, നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ക്ഷമിച്ചാൽ, സഹിച്ചാൽ രക്ഷിക്കപ്പെടും. സഹിച്ചാൽ നിങ്ങൾ അവനോട് കൂടെ വാഴും. വാഴും എന്ന് പറഞ്ഞാൽ വാഴും. ഇന്ന് നിങ്ങളെ ഒതുക്കുന്നവനെ ചവിട്ടി വാഴും. മനുഷ്യരൊന്നും അല്ല നിങ്ങളെ ഒതുക്കുന്നത്. ഇരുളിൻ്റെ ശക്തികളാണ് നിങ്ങളോട് പോരാടുന്നത്.
കുടുംബം തകർക്കുന്നത് ഇരുട്ടിൻ്റെ ശക്തികളാ. തിരിച്ചറിയണം. എന്നാലത് മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. പിശാച് സംസാരിക്കുന്നത് മനുഷ്യരിലൂടെയാണ്. തർക്കിക്കരുത്. നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാ. അവരെ സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണം. വല്ലാതെ വേദന വരുന്നുണ്ടെങ്കിൽ, ഒന്ന് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ സന്നിധിയിൽ വന്ന് കരയണം. ദൈവം ആ ശക്തികളൊക്കെ കൈകാര്യം ചെയ്യും. ന്യായമായി വിധിക്കുന്നവൻ്റെ പക്കൽ ഭരമേൽപ്പിച്ചാൽ മതി. ഇടികമായി പ്രതികരിക്കരുതേ. ക്ഷമിക്കാനൊരു കാലമുണ്ട്, സഹിക്കാനൊരു കാലമുണ്ട്. അങ്ങനെ സഹിച്ചു നിന്നുകൊടുത്താൽ ദൈവം നിനക്ക് വാഴാനൊരവസരം തരും. അല്പനേരത്തേക്കൊരു കഷ്ടപ്പാട് ഈ ഭൂമിയിലുണ്ട്. സഹിക്കുവാൻ ദൈവം വിളിക്കുന്നു, ക്ഷമിക്കുവാൻ വിളിക്കുന്നു. അങ്ങനെ നിന്നുകൊടുത്താൽ നീ വാഴും, കർത്താവിനോട് കൂടെ വാഴും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.